ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ പുതിയ അപ്ഡേറ്റുകളും അതുപോലെ തന്നെ കുറേ പേര് ചോദിച്ച ഡൗട്ട്സിൻ്റെ ആൻസറുമാണ്. ഹാംസ്റ്റർ കോമ്പാറ്റിൽ എങ്ങനെ OKX കണക്ട് ചെയ്യാം അല്ലെങ്കിൽ ബൈബിറ്റ് കണക്ട് ചെയ്യാം എന്നുള്ള കാര്യമാണ്. അപ്പോൾ കണക്ട് ചെയ്യണോ അല്ലെങ്കിൽ കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, എന്തിനാണ് കണക്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് നമ്മളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നമുക്കിപ്പോൾ എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ലിസ്റ്റിംഗ് ഡേറ്റും കാര്യങ്ങളൊക്കെ. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വിഡ്രോയിലേക്ക് വന്നു കഴിഞ്ഞാൽ OKX അതുപോലെ തന്നെ ബൈബിറ്റ്, ഈ രണ്ട് ഓപ്ഷൻസ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എങ്ങനെയാണ് ബൈബിറ്റ് കണക്ട് ചെയ്യുക, എങ്ങനെയാണ് OKX കണക്ട് ചെയ്യുക എന്നുള്ള ചോദ്യമാണ്. ആദ്യം തന്നെ പറയുകയാണ്, OKX ഇന്ത്യയിലുള്ളവർക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. OKX ഇന്ത്യയിൽ ബാൻഡാണ്. പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും അലൗഡ് അല്ല. ബൈബിറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ബാൻഡാണെങ്കിൽ കൂടി പുതിയ അക്കൗണ്ടുകളെല്ലാം ക്രിയേറ്റ് ചെയ്യാനും KYC കംപ്ലീറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. ബൈബിറ്റ് ആയാലും OKX ആയാലും ഓപ്പൺ ആക്കിയാൽ ഒരേ ഒരു കാര്യം മാത്രമാണ് പറയുന്നത്, രജിസ്റ്റർ ചെയ്യുക, KYC കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ: കംപ്ലീറ്റ് യുവർ KYC ടു ഗെറ്റ് ദി അഡ്രസ് ആൻഡ് മെമ്മോ ഫോർ ആൻ ഓഫ് ചെയിൻ ഡെപ്പോസിറ്റ്. എന്ന് വെച്ചാൽ നമ്മൾ ഡോഗ്സ് ഒക്കെ ബൈബിറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത പോലെ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ബൈബിറ്റ് അക്കൗണ്ട് എടുത്തു വെക്കുക, അത്രേ അവർ പറയുന്നുള്ളൂ. അപ്പോൾ ലിസ്റ്റിംഗ് ഡേറ്റ് ഒന്നും മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വരുന്ന 26-ാം തീയതി തന്നെ ലിസ്റ്റ് ആവുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ലിസ്റ്റ് ആവുകയാണെങ്കിൽ ഒരു 20-ാം തീയതിയൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് Gate.ioയിലൊക്കെ പ്രീ മിൻറ്റ് എന്ന് പറയുന്ന കാര്യം വന്നിട്ടുണ്ട്. അപ്പോൾ പലരും ചോദിച്ചു എന്താണ് പ്രീ മിൻറ്റ്, എന്താണ് പ്രീ മാർക്കറ്റിലുള്ള പ്രീ മിൻറ്റ് എന്നൊക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊഫൈലേക്ക് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് കാണാൻ പറ്റും. ഈ ട്രേഡ് എന്ന് പറയുന്ന സെക്ഷനിൽ ഇത് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്ന സെക്ഷൻ ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ വരുന്നത് എന്താണ്, ഹാംസ്റ്റർ ടോക്കൺ ആണ്. ഹാംസ്റ്ററിൻ്റെ പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് പ്രൈസും കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പോൾ ലാസ്റ്റ് പ്രൈസ് ചോദിച്ചിരിക്കുന്നത് $1 ആണ്. ഒരു ഹാംസ്റ്റർ ടോക്കൺ $1 ആണ്. പ്രീ മാർക്കറ്റ് ആണ്. ഇത് സ്പോട്ടിൽ ഒരിക്കലും ഇങ്ങനെ വരില്ല. ഓക്കെ, ഇത് പ്രീ മാർക്കറ്റിനാണ് ഇത്രയും പ്രൈസ്, ഇത് തന്നെ സ്പോട്ടിൽ വരും എന്നൊരിക്കലും കരുതരുത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് പ്രീ മിൻറ്റ് എന്ന് പറയുന്ന വട്ടം കാണാം, ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിൻറ്റ് നൗ എന്ന് പറയുന്ന വട്ടം കാണാം, ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഹാംസ്റ്റർ ടോക്കണിൻ്റെ പ്രീ മാർക്കറ്റ് ടോക്കൺ നമുക്ക് മിൻറ്റ് ചെയ്യാൻ പറ്റുകയാണ്. എന്ന് വെച്ചാൽ ഒരു USDT സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 HMSTR ടോക്കൺ കിട്ടും. HMSTR ടോക്കണാണ് ഹാംസ്റ്റർ ടോക്കൺ. അപ്പോൾ അത് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര USDT ഉണ്ടോ അത് സ്റ്റേക്ക് ചെയ്തതിന് ശേഷം ഈ പ്രീ മാർക്കറ്റ് ടോക്കൺ, HMSTRൻ്റെ പ്രീ മാർക്കറ്റ് ടോക്കൺ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ജസ്റ്റ് എത്ര എമൗണ്ട് ആണോ നിങ്ങളുടെ കയ്യിൽ ബാലൻസ് ഉള്ളത് ആ USDT എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മിൻറ്റ് നൗ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടോക്കൺ മിൻറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ ഒരു $11 കൊടുത്തിട്ട് മിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രീ മാർക്കറ്റ് ടോക്കൺ ആണ്. ഓക്കെ, അസറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. എൻ്റെ അസറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ HMSTR ടോക്കൺ കിടക്കുന്നതാണ്. ഹാംസ്റ്റർ കോമ്പാറ്റ് പ്രീ ആണ്, പ്രീ മാർക്കറ്റ് ടോക്കൺ ആണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ സ്പോട്ടിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യാം. ഓക്കെ, ലിസ്റ്റ് ആയിട്ടില്ല എങ്കിൽ കൂടി പ്രീ മാർക്കറ്റിൻ്റെ സ്പോട്ടിൽ നമുക്കിപ്പോൾ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇപ്പം ഞാൻ വാങ്ങിയതിന് ശേഷം എനിക്ക് ഏകദേശം 3% കൂടിയിട്ടുണ്ട് ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പ്രൈസിൽ നിന്ന്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ടോക്കൺ ഓപ്പൺ ചെയ്തതിന് ശേഷം ട്രേഡിലേക്ക് പോകാം. സ്പോട്ട് ട്രേഡിംഗ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ടിൽ ബാക്കി ഏതൊക്കെ കോയിൻസാണോ ട്രേഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഹാംസ്റ്റർ ടോക്കണും ട്രേഡ് ചെയ്യാം. പക്ഷേ പ്രീ മാർക്കറ്റ് ആണ്, ആ കാര്യം മനസ്സിലാക്കണം. എപ്പോൾ വേണമെങ്കിലും ഭയങ്കരമായിട്ട് പ്രൈസ് കുറയാം. സ്പോട്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞാലും പ്രീ മാർക്കറ്റാണ്. അപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ എനിക്കിത് മൊത്തം സെല്ല് ചെയ്യാൻ പറ്റും. ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പോൾ മൊത്തം സെല്ല് ചെയ്യാണ്. സ്പോട്ട് ട്രേഡിംഗ് കയറി അതിനുശേഷം എന്ത് ചെയ്തു, എൻ്റെ ഇവിടെ സെല്ല് കൊടുത്തതിന് ശേഷം മൊത്തം എമൗണ്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം സെൽ ഹാംസ്റ്റർ കൊടുത്തു, HMSTR കൊടുത്തു, കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ആ ഓർഡർ അവിടെ പ്ലേസ് ആയി കഴിഞ്ഞു. ഇനി ആരെങ്കിലും ഇത് മേടിക്കണം, ഓക്കെ, ഞാനിപ്പോൾ സെല്ല് ചെയ്യാനിട്ടു, ഇനി ആരെങ്കിലും എനിക്ക് $6 തന്നിട്ട് ഈ ഹാംസ്റ്റർ ടോക്കൺ ഇവിടുന്ന് വാങ്ങണം. അപ്പോൾ ഫില്ലാവുന്ന ഇവിടെ കാണാൻ പറ്റും 81% ഇപ്പോൾ തന്നെ സെല്ലായി കഴിഞ്ഞു. അപ്പോൾ ഓരോരുത്തർ വാങ്ങുന്നുണ്ട്. കുറച്ച് വാങ്ങി എൻ്റെ ഇത് മുഴുവനായിട്ടും സെല്ലായി കഴിഞ്ഞാൽ എന്താവും, എൻ്റെ ഈ ഓർഡർ കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് $6 കിട്ടും. നമ്മൾ നോർമലി സ്പോട്ടിൽ ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ. പക്ഷേ അപ്പുറത്ത് വാങ്ങാനുള്ള ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും. കാരണം പ്രീ മാർക്കറ്റ് ആണ്, ഒറിജിനൽ സ്പോട്ട് ട്രേഡിംഗ് അല്ല. അപ്പോൾ പ്രീ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ വാങ്ങാൻ അപ്പുറത്തെ ആൾക്കാർ കുറവായിരിക്കും. ട്രേഡിംഗ് വോളിയും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അതാണ് ഇപ്പോൾ പ്രീ മാർക്കറ്റ് മിൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, ഇപ്പോൾ സെല്ലായിടത്തോളം ഇപ്പോൾ ഞാൻ $6 സെല്ല് ചെയ്യാനിട്ടത് എൻ്റെ $4 ഓൾറെഡി ഇവിടെ സെല്ലായി വന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ള സെല്ലാകുമ്പോൾ അതിൻ്റെ ഡോളറും കൂടി USDTയും കൂടി എനിക്കിവിടെ റിഫ്ലക്റ്റ് ആവുന്നതാണ്. ഓക്കെ, ഈ വീഡിയോക്ക് വേണ്ടി മാത്രമാണ് ചെയ്ത് കാണിച്ചത്. നിങ്ങൾ ആരോടും ഇത് ചെയ്യാൻ പറയുന്നില്ല. ചെയ്യുന്ന റിസ്ക് ഉണ്ട്, എപ്പോൾ വേണമെങ്കിലും പൈസ പോകാനുള്ള സാധ്യതയുണ്ട്. പ്രീ മാർക്കറ്റാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇത് എന്താണ് എന്ന് കുറേ പേര് ഡൗട്ട് ചോദിച്ചതുകൊണ്ട് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തു എന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുള്ള ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് നമ്മളുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.